എല്ലാവർക്കും എം ഫേവറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ധനുഷ് ചന്ദ്രൻ എസ്. മകളെ, അപ്പം എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, നമ്മളിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ രണ്ടാമത്തെ സെഷനാണ്, രണ്ടാമത്തെ ക്ലാസ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഇത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിൽ കുറച്ച് ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? LCM ആൻഡ് HCF, അതുപോലെ തന്നെ എന്താണ് ആവറേജ്, അതുപോലെ പെർസെൻറ്റേജ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത് അല്ലേ. ഇനി അതിൽ തന്നെ അതേ ടോപ്പിക്സിൽ വരുന്ന കുറച്ചും കൂടി കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നും സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ IB ACIOക്ക് നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള വർഷങ്ങളിൽ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ചോദിക്കുന്ന അതേ ടൈപ്പിലുള്ള മുമ്പ് ചോദിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന. IBക്ക് മാത്രമല്ല, ഏതൊരു സെൻട്രൽ ലെവൽ എക്സാം എടുത്താലും ചോദിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാ പേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാമല്ലോ. അപ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് ട്രിക്കൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വച്ചോളണം, അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ ഡൗട്ട് വരും. ഓക്കെ അല്ലേ? പക്കയല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ മക്കളെ, നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആദ്യം ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് വായിക്കണം. ദ പ്രോഡക്റ്റ് ഓഫ് ദ LCM ആൻഡ് HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് 2, then the greater of the numbers is dash. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മക്കളെ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി വായിക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് ദ LCM ആൻഡ് HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് 2, then the greater of the numbers is dash. പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? രണ്ട് നമ്പറിന്റെ LCMഉം HCFഉം തമ്മിലുള്ള പ്രോഡക്റ്റ്, അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പറുകളുടെ ഡിഫറൻസ്, വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ അത് 2 എന്നും കിട്ടും, 2 എന്നും കിട്ടും. എങ്കിൽ അതിലെ വലിയ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. എന്താണ് ക്വസ്റ്റ്യൻ? അതിലെ വലിയ നമ്പർ, ഗ്രേറ്റർ നമ്പർ ഏതാണ്? ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ സ്മോളർ നമ്പറും ചോദിക്കാം, ചെറിയ നമ്പറും ചോദിക്കാം. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ഒന്നും എടുക്കാനായിട്ട് പോണ്ട. ഇവിടെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ലോജിക്കാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ എളുപ്പത്തിൽ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. മക്കളെ ശ്രദ്ധിച്ചു നോക്കണം, പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം, ഇല്ലെങ്കിൽ ഡൗട്ട് വരും. ഓക്കെ, ഷോർട്ട് ട്രിക്കിൽ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു നോക്കണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു, അതിന്റെ ലോജിക്കാണ് ഇതിനകത്ത് വരുന്നത്. അതായത് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണ്? ഞാനൊരു കാര്യം പറഞ്ഞു തന്നു. രണ്ട് നമ്പേഴ്സ്, അതായത് ഞാൻ A എന്നും B എന്നും രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അവരുടെ LCMഉം അതുപോലെ HCFഉം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. എന്താണ് പറഞ്ഞ കാര്യം? മനസ്സിലായോ? പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? രണ്ട് നമ്പേഴ്സ്, ഒന്നാമത്തെ നമ്പറിനെ ഞാൻ A എന്നെടുത്തു, രണ്ടാമത്തെ നമ്പറിനെ ഞാൻ B എന്നെടുത്തു. ഈ Aയും Bയും കൂടെ ഗുണിക്കുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ LCMഉം HCFഉം ഗുണിക്കുന്നതിന്, മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചേല, ഒരു കാര്യം ഇതായിരുന്നു. ക്ലിയർ അല്ലേ? ഈ ഒരു ലോജിക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മക്കളെ, നമുക്കറിയാം രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും അവരുടെ LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? LCMന്റെയും HCFന്റെയും പ്രോഡക്റ്റ് ആണ് 24 എന്ന് പറയുന്നത് അല്ലേ. എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, ഈ രണ്ട് നമ്പർ തമ്മിലുള്ള പ്രോഡക്റ്റും എന്ത് തന്നെ ആയിരിക്കും? 24 തന്നെ ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയാം. രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ LCMഉം HCFഉം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇവരുടെ രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFഉം അതിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 എന്ന് കിട്ടുന്നത്. എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, എന്താണെന്ന് മനസ്സിലാക്കണം, ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? 24 തന്നെ ആയിരിക്കും.
ഇതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യം പക്കയാണോ? ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോകാമല്ലോ. എങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൊ 24 ആണ്. അപ്പൊ മനസ്സിലാക്കണം, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഈ രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തേ കിട്ടത്തുള്ളൂ? 24 കിട്ടത്തുള്ളൂ. ഗസ് ചെയ്യണം. എങ്ങനെ ഗസ് ചെയ്യണം? 24 ആണ് നമ്പർ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 24 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സിന്റെ പെയേഴ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, ഏതൊക്കെ നമ്പർ എടുക്കാം? 1ഉം 24ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പം 24 ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഒരു നമ്പറായിട്ട് 1 എടുക്കാം, രണ്ടാമത്തെ നമ്പറായിട്ട് എന്തെടുക്കാം? 24 എടുക്കാം. ഒരു ചാൻസ് ആണേ. അടുത്ത ഇതേപോലെ 2ഉം 12ഉം എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. ഓക്കെ, അടുത്തൊരു ചാൻസ് ആണേ. ക്ലിയർ അല്ലേ? ഇതേപോലെ അടുത്ത പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ 1ഉം 24ഉം എടുത്തു, 2ഉം 12ഉം കൊടുത്തു. ഇനി ഏതെടുക്കാൻ പറ്റും? 24 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും എടുക്കാൻ പറ്റുന്നത്? അടുത്ത പറയുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? 4ഉം 6ഉം ആയിരിക്കും അല്ലേ? ഏതാണ്? 4ഉം 6ഉം എടുക്കാം. 4ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 × 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. വേറെ ഏതെങ്കിലും നമ്പർ എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പൊ ഏതൊക്കെ മാത്രമേ ഉള്ളൂ? 1ഉം 24ഉം എടുക്കാം, 2ഉം 12ഉം എടുക്കാം, 4ഉം 6ഉം എടുക്കാം. വേറെ ഏതെങ്കിലും ഉണ്ടാ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതും എഴുതാം. എന്നാൽ ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടാ? ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണല്ലോ? ഇനി നോക്കിയേ, ഈ 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ രണ്ട് നമ്പർ എടുക്കാം, ഈ രണ്ട് നമ്പർ എടുക്കാം. പക്ഷേ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അതിന് മക്കളെ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇവിടെ ഒരു ക്ലൂ അവർ തന്നിട്ടുണ്ട്. ഇഫ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഈസ് 2. എന്താണ്? നമ്പറുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. നോക്കണം, ഞാൻ ഈ പോസിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 23 വരത്തുള്ളൂ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? 23 വരത്തുള്ളൂ. അപ്പൊ ഇത് വരുമോ? ഇല്ല. അടുത്ത നോക്കാം, 2ഉം 12ഉം എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചാൽ എത്രയേ വരത്തുള്ളൂ? 10 വരത്തുള്ളൂ. ഇത് വരുമോ? അപ്പോഴേ ഇല്ല. അടുത്ത നോക്കിയേ, 4ഉം 6ഉം ആണല്ലേ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? 2 ആയിരിക്കും. ഇത് വരും. ഇതല്ലേ അവർ പറഞ്ഞിരിക്കുന്ന? അങ്ങനെ പറഞ്ഞാൽ ഇവിടത്തെ എയും ബിയും എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 4ഉം 6ഉം ആയിരിക്കും. ഇനി അവർ ചോദിച്ചേക്കുന്ന എന്താ? ഗ്രേറ്റർ ഓഫ് ദ നമ്പർ എന്നാ ചോദിച്ചേക്കുന്നേ അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 6 ആയിരിക്കും. ചെറിയ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ? 6 ആണ്. ഓക്കെ, ചിലപ്പോൾ ഗ്രേറ്റർ എന്ന് മാറ്റിയിട്ട് സ്മോളർ ആയിരിക്കും ചോദിക്കുന്ന, എങ്കിൽ 4 എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇവിടത്തെ ആൻസർ എത്രയെന്ന് കിട്ടും? 6 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ മക്കളെ. രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 24 ആണ്. പക്കയല്ലേ? അടുത്ത പറഞ്ഞ എന്താ? ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. എങ്ങനെയാണ്? ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ LCMഉം HCFും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്, അവരുടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ LCMഉം HCFും തമ്മിലുള്ള പ്രോഡക്റ്റ് 24 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ത് തന്നെ ആയിരിക്കും? 24 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എനിക്കൊരു ക്ലൂ കിട്ടി. എ എന്ന് പറയുന്ന നമ്പറും ബി എന്ന് പറയുന്ന രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തേ കിട്ടത്തുള്ളൂ? 24 കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്തു? ഗസ് ചെയ്തു. എങ്ങനെ ഗസ് ചെയ്തു? 24 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇത് കാര്യങ്ങളെല്ലാം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ആളിന് ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണം. ഞാൻ മനസ്സിലാവാനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നേ. ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, പെട്ടെന്ന് ആൻസർ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് ഇത്രയും മനസ്സിലാവാനാണ് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന. കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ സിമ്പിളാ, സെക്കൻഡ് കൊണ്ട് ആൻസർ എടുക്കാം. അപ്പൊ ഈ 24 കിട്ടുന്നത് ഏതൊക്കെ എടുക്കാം? 1ഉം 24 എടുക്കുമ്പോൾ 24 വരും, 2ഉം 12ഉം എടുക്കുമ്പോൾ 24 വരും, 4ഉം 6ഉം എടുക്കുമ്പോൾ 24 വരും. ഓക്കെ, എന്നാൽ വീണ്ടും ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇതിലേതെന്ന് കണ്ടെത്താൻ. ഇവരുടെ ഈ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എത്രയാ? 2 ആണ്. 24ഉം 1ഉം കൂടെ ഡിഫറൻസ് എടുത്താൽ 23 ആണ്. അപ്പൊ ഇത് ഇവിടെ വരത്തില്ല. 2ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 10 ആണ്. ഇതും ഇവിടെ വരത്തില്ല. എന്നാൽ 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2 ആ. അപ്പൊ ഇവിടെ ഏത് വരും? ഇത് വരും. അപ്പൊ ഇവിടത്തെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 4ഉം 6ഉം ആയിരിക്കും. ഇനി ഇവർ ചോദിച്ചേക്കുന്ന എന്താ? ഈ നമ്പറിലെ ഗ്രേറ്റർ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ ആൻസർ ഏതേ പറയാവൂ? 6 എന്നേ പറയാവൂ. എന്നാൽ സ്മോളർ എന്ന് ചോദിച്ചാൽ 4 ആയിരിക്കും. സ്മോളറും ചിലപ്പോൾ ചോദിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് 6 എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നത്.
മക്കളെ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആർക്കെങ്കിലും ഒന്നും കൂടി പറയണോ? ഇതേപോലെ ഈ ലോജിക്ക് മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് മനസ്സിൽ തന്നെ പറയാൻ നോക്കണം. വെറുതെ പേപ്പറും പേനയും കൊടുത്ത് സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. ഐഡിയ മനസ്സിലാക്കാനാണ് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാമേ. ശ്രദ്ധിച്ചിരിക്കണേ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 numbers are in the ratio 3:4. If their LCM is 240, the smaller of the two number is dash. എന്താണ് പറയുന്ന? രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആണ്. ഇവിടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4 ആണ്. ഇഫ് their LCM is 240, ഇവരുടെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 240 ആണ്. എങ്കിൽ ദ സ്മാളർ ഓഫ് ദ ടു നമ്പർ, ഈ രണ്ട് നമ്പറിൽ സ്മോളർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്, ചെറിയ നമ്പറാണ് കണ്ടെത്താനുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഈ ക്വസ്റ്റ്യനിൽ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് കാണും? ഒരു റേഷ്യോ കാണും അല്ലേ? റേഷ്യോ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ റേഷ്യോന്റെ പ്രപ്പോർഷൻ എടുത്ത് പഠിക്കും. A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണേ. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരും. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക. A:B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A/B ആയിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി മക്കളെ, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:4 ആണ്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നു രണ്ട് നമ്പേഴ്സ്. നമ്പർ എന്ന് ഞാൻ പറയുന്നില്ല. ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:4 ആണ്. ഞാൻ എടുത്തങ്ങ് എഴുതി. ഓക്കെ, ഇനി തന്നിരിക്കുന്ന ക്ലൂ എന്താണ് മക്കളെ? ഇനി തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ LCM എത്രയാണെന്ന് പറയുന്നുണ്ട്? 240 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവരുടെ LCM എത്രയാണ്? 240 ആണ്. മക്കളെ, രണ്ട് നമ്പേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് പറയുന്ന സാധനമാണ്. അപ്പൊ എപ്പോഴും റേഷ്യോ എപ്പോഴും ലോവസ്റ്റ് ടേംസിലേ എഴുതാറുള്ളൂ. ഏറ്റവും ചെറിയ ഫോമിലേ എഴുതാറുള്ളൂ. റേഷ്യോ എപ്പോഴും എങ്ങനെയാണ്? ഏറ്റവും ചെറിയ ഫോമിലെ റേഷ്യോ നമ്മൾ എപ്പോഴും എഴുതാറുള്ളൂ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇവരെ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റാത്ത നമ്പർ ആയിരിക്കും ഈ റേഷ്യോ തന്നെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ LCM കണ്ടെത്താൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഡയറക്റ്റ് അങ്ങ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് പറഞ്ഞ കാര്യം മനസ്സിലായ? കുറച്ച് പേരെങ്കിലും മനസ്സിലാവാത്തൊരു കാണും അല്ലേ മക്കളെ? വേറെ ഒന്നുമില്ല, കാര്യം പറഞ്ഞ എന്താ? നമ്മളെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോജിക്ക് ചിന്തിക്കണം. റേഷ്യോ നമ്മൾ എപ്പോഴും കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ എപ്പോഴും നമ്മൾ എങ്ങനെ എഴുതാറുള്ളൂ? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, അത് ലോവസ്റ്റ് ടേംസ് എന്നൊക്കെ പറയും. ഏറ്റവും ചെറിയ നമ്പറിൽ എഴുതാറുള്ളൂ. വെട്ടി 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 ഏറ്റവും ബേസ് ഫോമിൽ ചെറുതാക്കി മാറ്റും. ഓക്കെ, ഇങ്ങനെ ചെറുതാക്കി വച്ചിരിക്കുന്നതായിരിക്കും എപ്പോഴും റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ വെട്ടി വച്ചേക്കുന്ന നമ്പറിനെ ഇനി വെട്ടാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സിനെ നമുക്കിനി ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത റേഷ്യോസ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്പർ വന്നു കഴിഞ്ഞാൽ അവരുടെ LCM കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ LCM കണ്ടെത്താനായിട്ട് നമ്മൾ ആ നമ്പറുകൾ തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 3ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത നമ്പർ വന്നു കഴിഞ്ഞാൽ അവരുടെ LCM കണ്ടെത്താൻ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 3ഉം 4ഉം ഇനി ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ്. റേഷ്യോയിൽ എപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ഇവരെ പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയായിരിക്കും? 12 ആയിരിക്കും. എത്രയായിരിക്കും? 12 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ശരിക്കും ഈ നമ്പർ പ്രകാരം ഇവിടെ വരേണ്ട LCM എത്രയാണ്? 12 ആണ്. എത്രയാണ് വരേണ്ടത്? 12 ആണ് വരേണ്ടത്. എന്നാൽ 12 ആണ് വന്നിരിക്കുന്നത്? ഒരിക്കലും അല്ല. എത്രയാ? അവരെടുത്ത് പറയുന്നുണ്ട് LCM എത്രയാണ്? 240 ആണ്. LCM എത്രയാണ്? 240 ആണ്. 12 ആയിരുന്നു വരേണ്ടത്. എന്നാൽ LCM ഇപ്പൊ എത്രയാ? 240 മക്കളും ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ 12 240 ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 24 ആകാനായിട്ട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു 0 കിടക്കുന്നുണ്ട്, ഒരു 0യും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 20 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എടുക്കണം. ഓക്കെ, അപ്പൊ 12 240 ആകണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് നമുക്ക് എടുക്കേണ്ട സാധനം. മക്കളെ മനസ്സിലാക്കണം, ഇങ്ങനെ കിട്ടുന്ന ഈ സാധനമായിരിക്കും ഇവിടത്തെ HCF എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കണേ, പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരും. ഇതാണ് ഇവിടത്തെ എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ?
ദ സ്മാളർ ഓഫ് ദ ടു നമ്പർ ഈസ്. ഇതിലെ ചെറിയ നമ്പറാ കണ്ടെത്താനുള്ളത്. നമുക്ക് വേണമെങ്കിൽ വലിയ നമ്പറും കണ്ടെത്താം, ചെറിയ നമ്പറും കണ്ടെത്താം. ചെറുതെന്ന് പറഞ്ഞാൽ 3, 4, 3, 4. 3ലും 4ലും ചെറുത് ഏതാ? 3 ആണല്ലേ. അപ്പൊ ഇതങ്ങ് കണ്ടെത്തിയാൽ മതി. ഈ 3 കണ്ടെത്താൻ ഇതിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 60 ആയിരിക്കും. എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇനി എന്താണ്? ലാർജർ നമ്പർ ആണ് കണ്ടെത്താനുള്ളെങ്കിൽ ഇതിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്രയെന്ന് കിട്ടും? 4 × 2 8 എന്ന് വരും. 80 എന്നായിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്കിവിടെ ലാർജർ അല്ല ചോദിച്ചിരിക്കുന്നത്, സ്മോളർ ആണ്. അപ്പൊ ഇവിടത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്രയായിരിക്കും? 60 ആയിരിക്കും ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണോ? ഞാൻ ഈ പറഞ്ഞ ലോജിക്കുകളെല്ലാം കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഈ 20 ആണ് നമ്മൾ HCF എന്ന് വിളിക്കുന്നത്, അത് മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. Two numbers are in the ratio 3:4. If their LCM is 240, the smaller of the two number is dash എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം റേഷ്യോ 3:4 എന്ന് എടുത്താൽ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവരുടെ LCM കിട്ടുന്നത്. അതായത് 3 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എന്നാണ് കിട്ടുന്നത്. ഇതാണ് LCM ആയിട്ട് വരേണ്ടത്. എന്നാൽ LCM ഇങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? ഒരിക്കലും അല്ല. 240 എന്നാണ് LCM പറഞ്ഞേക്കുന്നത്. 12 240 ആകണമെങ്കിൽ മക്കളെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്കൊരു കോമൺ ആയിട്ടൊരു സാധനം കിട്ടും. ഓക്കെ, ഇതേപോലെ കോമൺ ആയിട്ടൊരു സാധനം എടുക്കും. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? HCF എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്ന? HCF എന്ന് വിളിക്കുന്ന ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതിലെ HCF എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഓർത്തിരിക്കുക. പല സ്ഥലങ്ങളിലും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന HCF ഈ 20 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചേക്കുന്ന എന്താ? സ്മോളർ ആണ് ചോദിച്ചേക്കുന്ന. സ്മോളർ എന്ന് പറഞ്ഞാൽ 3യുടെ കൂടെ ഈ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 60 എന്ന് കിട്ടും. ഇനി ലാർജർ ആണ് ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ആണ് ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ 4ന്റെ കൂടെ എന്ത് ചെയ്യുക? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എങ്കിൽ 80 എന്നും ആൻസർ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ സ്മോളർ ആണ്. സ്മോളറിന് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഗ്രേറ്ററും ചോദിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെ ഇവിടുത്തെ ആൻസർ എത്രയെന്ന് കിട്ടും മക്കളെ? 60 എന്നാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ഇതുവരെ പറഞ്ഞ 2 ക്വസ്റ്റ്യനും എല്ലാ പേർക്കും പക്കയല്ലേ? എല്ലാ പേർക്കും ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ആർക്കുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോകാമല്ലോ മക്കളെ. അപ്പൊ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. When a number is divided by 15, 20, 35, each time the remainder is 8, then the smallest number is dash. പറഞ്ഞ കാര്യം മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നമ്പറിനെ 15 എന്ന് പറയുന്ന നമ്പറും 20 എന്ന് പറയുന്ന നമ്പറും 35 എന്ന് പറയുന്ന നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലും റിമൈൻഡർ ആയിട്ട് എത്ര വരും? 8 വരും. അങ്ങനെയാണെങ്കിൽ then the smallest number is, ഇതിലെ ആ സ്മോളസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഈ സ്മോളസ്റ്റ് എന്ന് കാണുമ്പോഴേ മനസ്സിലാക്കണം അവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM ആണ് കണ്ടെത്തേണ്ടതെന്നുള്ള LCMന്റെ ഐഡിയ ആയിരിക്കും അവിടെ വരുന്നെന്നുള്ള കാര്യം സ്മോളസ്റ്റ് കാണുമ്പോഴേ മനസ്സിലാക്കണം. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ LCM എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. സ്മോളസ്റ്റ് എന്ന് കാണുമ്പോഴേ മനസ്സിലാക്കണം LCMന്റെ ഐഡിയ ആയിരിക്കും ഇവിടെ വരുന്നത്. പക്കയാണോ? 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 എങ്കിൽ നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്പൊ LCMന്റെ ഐഡിയ ആണ് വരുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LCM ഓഫ് ആരുടെയൊക്കെ LCM കണ്ടെത്തണം? 15ന്റെയും 20യുടെയും 35ന്റെയും LCM ആദ്യം കണ്ടെത്തണം. ഓക്കെ അല്ലേ? ആരുടെയൊക്കെ LCM കണ്ടെത്തണം? ഇവിടെ പറയുന്ന ആരൊക്കെയാണ്? 15, 20, 35 എന്നിവരുടെ LCM കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് മക്കളെ ഇവിടെ ഒരു ക്ലൂവും കൂടെ പറയുന്നുണ്ട്. ഇതിന് റിമൈൻഡർ ആയിട്ട് ആര് വരുന്നെന്ന് പറയുന്നുണ്ട്? 8 വരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ LCM കണ്ടെത്തി കഴിഞ്ഞാൽ ആ റിമൈൻഡർ 8 വരത്തില്ല. ഓക്കെ, അപ്പൊ ഈ LCMനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? റിമൈൻഡർ ആയിട്ട് വരുന്ന 8 ഒന്ന് ആഡ് ചെയ്താലേ ഇവിടത്തെ സ്മോളസ്റ്റ് നമ്പറിലേക്ക് എത്താൻ പറ്റും. ഇതുപോലെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇങ്ങനെ വേണം ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പൊ സ്മോളസ്റ്റ് നമ്പർ എന്ന് കണ്ടപ്പോൾ നമ്മൾ LCMന്റെ ഐഡിയ ആണ് മനസ്സിലാക്കി. അപ്പൊ 15ന്റെയും 20യുടെയും 35ന്റെയും എന്തെടുക്കണം? LCM എടുക്കണം. എന്നിട്ട് അതിനോടൊപ്പം റിമൈൻഡർ ആയ 8ഉം കൂടെ ആഡ് ചെയ്താലേ ഇവിടത്തെ സ്മോളസ്റ്റ് നമ്പർ, ഇവിടത്തെ നമ്പർ നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം എല്ലാ പേരും മനസ്സിലാക്കണം. പക്കയല്ലേ? ഇനി ഇതങ്ങ് കണ്ടെത്തിയാൽ മതി. കണ്ടെത്താൻ എളുപ്പമാണ്. LCM കണ്ടെത്തണം അല്ലെ? ഇവിടെ 35 നമുക്ക് മനസ്സിലെടുക്കാൻ പാടാണ്. നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്തങ്ങ് ചെയ്യാം. അതായത് 15, പിന്നെ ആരാണ് 20, പിന്നെ ആരാണ് 35.
ഇവരെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഞാൻ എന്താ 5 വെച്ച് 5 വെച്ച് ചെയ്യുകയാണേ. 5 വെച്ച് ഇവരെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 15 ചെയ്യുമ്പോഴത്തേക്ക് 3 × 5 ആണ് 15 എന്ന് പറയുന്നത്. ഓക്കെ, 20 ചെയ്യുമ്പോഴത്തേക്ക് 4 × 5 ആണ് 20 എന്ന് പറയുന്നത്. അടുത്ത 35 ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7 × 5 ആണ് എന്തെന്ന് പറയുന്നത്? 35 എന്ന് പറയുന്നത്. മക്കളെ അതാ ഇവിടെ 2 എണ്ണം പ്രൈം നമ്പർ ആയി കഴിഞ്ഞു. പിന്നെ ഇനി വീണ്ടും വീണ്ടും ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ ചെയ്താലും ഈ നമ്പർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? താഴോട്ട് ഇങ്ങോട്ട് വരത്തേ ഉള്ളൂ. അപ്പൊ വെറുതെ ചെയ്ത് സമയം കളയണ്ട. ഇവരെ എല്ലാ പേരെയും കൂടെ എടുത്ത് എന്ത് ചെയ്താൽ മതി? അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 5 × 3 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15 ആയിരിക്കും അല്ലെ. 15 × 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 60 ആയിരിക്കും അല്ലെ. 60 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 7 എന്ന് പറഞ്ഞാൽ 42 ആണ്. എന്താണ്? 42 ആണ്. പിന്നെ ഒരു 0 കൂടെ കൊടുക്കുമ്പം 420 എന്ന് കിട്ടും. അതായത് ഇവരുടെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 420 ആയിരിക്കും. മനസ്സ് ചെയ്യണേ. 5 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 15 ആണ്. 15 × 4 എന്ന് പറഞ്ഞാൽ 60 ആയിരിക്കും. 60 × 7 എന്ന് പറഞ്ഞാൽ 6 × 7 42 ആണ്. പിന്നെ ഒരു 0 കൊടുക്കുമ്പോൾ 420 ആയിരിക്കും ഇവിടത്തെ LCM. ഓക്കെ, ഈ 420യോടൊപ്പം എന്തുകൊണ്ട് ആഡ് ചെയ്യണം? 8 കൊണ്ട് ആഡ് ചെയ്യണം. അതായത് ആൻസർ എത്രയെന്ന് കിട്ടും? 428 എന്ന ആൻസർ കിട്ടും. ഓക്കെ മക്കളെ, ഇവിടുത്തെ ആൻസർ എത്രയെന്ന് കിട്ടും? 428 എന്ന ആൻസർ കിട്ടും. അതായത് ഇവിടുത്തെ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും 428. പക്കയല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എവിടെ സ്മാളസ്റ്റ് നമ്പർ കണ്ടെത്താൻ പറഞ്ഞാലും നമ്മൾ LCM എന്ന ഐഡിയ ആണ് വരുന്നുള്ള കാര്യം മനസ്സിലാക്കണം. 15, 20, 35 ഇവരുടെ LCM കണ്ടെത്തണം. റിമൈൻഡർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിമൈൻഡറിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 15ന്റെയും 20യുടെയും 35ന്റെയും LCM എടുക്കുമ്പോൾ 420 എന്ന് കിട്ടും. ആ 420യോടൊപ്പം 8 ആഡ് ചെയ്യുമ്പോൾ 428 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? എല്ലാ പേർക്കും മനസ്സിലായോ? പറഞ്ഞ കാര്യം എല്ലാ പേർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തയിലോട്ട് പോവാമല്ലോ. അപ്പൊ മക്കളെ നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പോവുകയാണേ. ശ്രദ്ധിച്ചു നോക്കണേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The smallest number which when increased by 5 is divisible by each 24, 32, 36 and 54 is dash. എന്താണ് പറഞ്ഞിരിക്കുന്നത്? The smallest number which when increased by 5 is divisible by each 24, 32, 36 and 54 is dash എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഒരു സ്മാളസ്റ്റ് നമ്പർ അതിനോടൊപ്പം 5 ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 കൂട്ടിയപ്പോഴത്തേക്കാണ് ആ നമ്പറിനെ എന്തുകൊണ്ട് 24 കൊണ്ടും 32 കൊണ്ടും 36 കൊണ്ടും 54 കൊണ്ടും ഡിവിസിബിൾ ആണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ, റിമൈൻഡർ 0 വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ആ സ്മാളസ്റ്റ് നമ്പർ എന്നാ ചോദിച്ചേക്കുന്നേ. അതായത് സ്മാളസ്റ്റ് നമ്പറിന്റെ കൂടെ എന്ത് കൂട്ടുമെന്ന് മനസ്സിലാക്കണം? 5 കൂട്ടുമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് സ്മാളസ്റ്റ് നമ്പറാണ് കണ്ടെത്താനുള്ളത്. ആദ്യമേ മനസ്സിലാക്കുക, സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ ഏതാണ്? LCM ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ എന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം LCM ആണ് ഐഡിയ. ആരുടെ LCM ആ കണ്ടെത്താനുള്ളത്? ഈ നമ്പേഴ്സിന്റെ LCM ആയിരിക്കണം കണ്ടെത്തേണ്ടത്. അപ്പൊ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM ഓഫ് ആരൊക്കെയാണ്? 24, അടുത്ത 32, അടുത്ത 36, അടുത്ത ആരാണ്? 54. ഓക്കെ, ഇവരുടെ LCM എടുക്കണം. അപ്പം നമുക്കൊരു നമ്പർ കിട്ടും അല്ലേ? അതാണ് സ്മോളസ്റ്റ് നമ്പർ അല്ല, അത് 5 കൂടി നിൽക്കുന്നതാണല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് നമ്പറാ. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന LCM എങ്ങനെയായിരിക്കും? 5 കൂടി നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നിന്നും ഈ LCMൽ നിന്നും 5 കുറച്ചാലല്ലേ ആ സ്മോളസ്റ്റ് നമ്പർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടത്തെ നമ്പർ കണ്ടെത്താൻ മക്കളെ എന്ത് ചെയ്താൽ മതി? LCM ഓഫ് 24, 32, 36, 54 അതിൽ നിന്നും ഒരു 5 അങ്ങ് മൈനസ് ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇവരുടെ LCM കണ്ടെത്തണം. ആരുടെയൊക്കെയാ? 24 നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് 4 നമ്പറൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. 32, അതുപോലെ 36, അതുപോലെ 54 ഇവരുടെ LCM കണ്ടെത്തും. ഓക്കെ, ഞാൻ വേറെ ഒന്നുകൊണ്ട് നോക്കാൻ പോകുന്നത് 2 കൊണ്ട് തന്നെ അങ്ങ് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പകുതിയായ 12 വരും. ഇവിടെ എത്ര വരും? 16 വരും. ഇവിടെ എത്ര വരും? 18 വരും. ഇവിടെ എത്ര വരും? 27 വരും. ഓക്കെ, ഞാൻ ഇനി 3 കൊണ്ട് അങ്ങ് ചെയ്യാൻ പോകുന്നു. 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? 4 × 3 12 എന്ന് വരും. ഇവിടെ 16 ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ എഴുതി. 18ൽ 6 × 3 18 എന്ന് വരും. ഇവിടെ 9 × 3 27 എന്ന് വരും. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഞാൻ ഇനി 2 കൊണ്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ 2 വരും, ഇവിടെ 8 വരും, ഇവിടെ 3 വരും. 9 ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ എഴുതി.
വീണ്ടും അടുത്ത ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ ഞാൻ വീണ്ടും ഒരു 2 കൊണ്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇവിടെ 1 വരും, ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും 3 അതേപോലെ വരും, 9 അതേപോലെ വരും. വീണ്ടും ഞാൻ ഒരു 2 കൊണ്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 9 ആണ്. വീണ്ടും ഞാൻ ഇനി 3 കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 അതേപോലെ വരും, 2 അതേപോലെ വരും, ഇവിടെ 1 വരും, ഇവിടെ 3 വരും. പോരെ, മതിയല്ലോ, മതി. ഇവിടെ എല്ലാം ഇതൊക്കെ പ്രൈം നമ്പർ ആയി. ഇനി നമുക്ക് LCM ആയതുകൊണ്ട് എല്ലാ പേരെയും കൂടി എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയേ. എല്ലാ പേരെയും കൂടി എടുത്തങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇവിടെ പറയുന്നത് 2 into 3 എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ചെയ്യാൻ പോകണം. 2 into 3 6 ആണ്. 6 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരിക്കും. 12 into 2 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 48 ആയിരിക്കും. പിന്നെ 48 into 3 ചെയ്യണം. അടുത്ത് എന്താണ്? 2 ചെയ്യണം. ഇതിന്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സ് ഞാൻ ഇവിടെ ഒന്ന് മാറ്റി എഴുതി തരാമേ. നമ്മളതാ ഇവിടെ 2 into 3 into 2 into 2 into 2 into 3 into പിന്നെന്താണ് 2 into 3. എല്ലാം ആയോ നോക്കിക്കോളണേ. ഇവിടെ 2 into 3 into 2 into 2 into 2 into പിന്നെന്താണ് 3 into താഴെ വരുന്ന 2ഉം 3ഉം 1 എടുക്കണമെന്നില്ല. ഓക്കെ, ഇവരെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 2 into 3 എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ. 6 into 2 എന്ന് പറയുമ്പോൾ 12 ആണ്. 12 into 2 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24 into 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. ഓക്കെ, പിന്നെ 48ഉം പിന്നെ ബാക്കി ആരാണ്? 3 into 2 6 ആണ്. 6 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. ഇവരെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 48 into എന്ത് ചെയ്യണം? 18 ചെയ്യണം. 8 into 8 എന്ന് പറഞ്ഞാൽ 64 ആണ്. 4 വന്നു, 6 വന്നു. 8 into 4 32 38 എന്ന് വരും. പിന്നെ 8 4. ഓക്കെ, ഇവിടെ 4 8 plus 8 എന്ന് പറയുമ്പോൾ 16 ആണ്. ഇവിടെ 6 എഴുതി, ഇവിടെ 1 4ഉം 3ഉം 7 7 1 കൂടെ കൂട്ടുമ്പോൾ 8 എന്ന് കിട്ടും. അതായത് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് മനസ്സിലാക്കണം മക്കളെ. LCM എന്ന് പറഞ്ഞാൽ 864 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ LCMന്റെ സ്ഥാനത്ത് 864 കൊടുക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 5 കുറച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഇതൊക്കെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാക്കിയ പറ ചെയ്യാം. ഓക്കെ, ഈ 864ൽ നിന്ന് ഒരു 5 അങ്ങ് മൈനസ് ചെയ്താൽ മതി. എത്രയെന്ന് കിട്ടും? 859 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്രയായിരിക്കും? 859 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പക്കയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? സ്മോളസ്റ്റ് നമ്പർ, നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ആണ് കണ്ടെത്താനുള്ളത് എന്ന് പറഞ്ഞാൽ LCM ആണ് ID എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM കണ്ടെത്തുക. പിന്നെ 5 ഇൻക്രീസ് ആയാണ് നിൽക്കുന്നത്. അപ്പൊ സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്താൻ 5 എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. അപ്പൊ 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പം ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 864 എന്ന് കിട്ടും. ആ 864ൽ നിന്ന് ഒരു 5 അങ്ങ് മൈനസ് ചെയ്താൽ 859 എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. പക്കയല്ലേ? പക്കയല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അടുത്തതിലോട്ട് പോവാമല്ലോ മക്കളെ. ശ്രദ്ധിച്ചു നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് then the increased number is decreased by 10%. The net increase or decrease is dash. Important question ആണ്. നമ്മുടെ പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒരു നമ്പർ, അതായത് ആ ഒരു നമ്പർ എനിക്കറിയില്ല. ഞാനിവിടെ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്പറിനെ നമ്മൾ ബേസിക് നമ്പറിനെ നമ്മൾ എന്താക്കി എടുക്കുക? 100 ആക്കി എടുക്കുക. ഓക്കെ, 100 എടുക്കാൻ വേറെ ഏത് നമ്പർ വെച്ചോണം എടുക്കാൻ, ഒരു തെറ്റുമില്ല. 100 എടുക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ 100 ബേസിക് വാല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഉപ്പാട് വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ബേസിക് നമ്പർ ആയിട്ട് പെർസെൻറ്റേജിൽ എപ്പോഴും എടുക്കുമ്പോൾ ഏത് തന്നെ എടുക്കണം? 100 തന്നെ എടുക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടത്തെ നമ്പറിനെ ഞാൻ 100 ആക്കി അങ്ങ് എടുത്തു. ഓക്കെ, ഇനി ഈ 100ലാണ് ആദ്യം 10% ഇൻക്രീസ് ചെയ്യും. പിന്നെ ആ കിട്ടുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? 10% ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അത് എത്ര പെർസെൻറ്റേജ് ആണ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണേ. അപ്പൊ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം മക്കളെ. ശ്രദ്ധിച്ചു നോക്കണം. ഈ 100 എന്ന്, അതായത് ഇവിടെ ഇതൊക്കെ മാറ്റി വരുമ്പോൾ ഇവിടെ ഏതോ ഒരു നമ്പർ വരുവേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു നമ്പർ വരും. ഈ നമ്പർ എനിക്ക് അറിയില്ല, അത് വേണം കണ്ടെത്താൻ. ഞാൻ അവിടെ ഒരു ബോക്സ് കൊടുത്തു. അതിന് ഞാൻ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കാം. ഇവിടെ 100 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ എന്താണ്? 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുൾ നമ്പറിനെ നമ്മൾ 100% ആക്കി എടുക്കുന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. 100% ആക്കി എടുക്കാൻ പാടുള്ളൂ.
അങ്ങനെ പറഞ്ഞാൽ അതിന്റെ കൂടെ 10% കൂട്ടി 10% കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിട്ട് മാറും? 110% ആയിട്ട് മാറും. പെർസെൻറ്റേജിനെ മാറ്റുമ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 100 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ഓക്കെ അല്ലേ? അപ്പൊ 110% എന്ന് പറഞ്ഞാൽ 110 ഡിവൈഡഡ് ബൈ 100 എന്ന് എടുക്കണം. ക്ലിയർ അല്ലേ? ഇൻറ്റു അടുത്ത കണ്ടീഷൻ. അടുത്ത എന്താ പറയുന്നത്? ഈ കിട്ടുന്ന സാധനത്തിനെ മൊത്തം നമ്മൾ 100% ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിക്രീസ്ഡ് ബൈ 10%. 10% കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 100 10% കുറച്ചാൽ എത്രയായിരിക്കും? 90% ആയിരിക്കും. പെർസെൻറ്റേജ് എന്ന് എഴുതണ്ട, പെർസെൻറ്റേജിനെ മാറ്റുമ്പോൾ എങ്ങനെയാകും? ഡിവൈഡഡ് ബൈ 100 കൊടുക്കാം. ഇതേപോലെ വീണ്ടും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇവിടെ വേറൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് ചെയ്താൽ മതി. എളുപ്പമാ? 0 വെട്ടി കളിക്കാം. ദാ ഈ 0വും ഈ 0യും ഈ 0യും വെട്ടാം, ഈ 0യും ഈ 0യും വെട്ടാം, ഈ 0യും ഈ 0യും വെട്ടാം, ഈ 0യും ഈ 0യും വെട്ടാം. എളുപ്പമല്ലേ? ഇനി ആരെ മാത്രം ചെയ്താൽ മതി? 9 × 11 എത്രയായിരിക്കും? 99. അതായത് മക്കളെ മനസ്സിലാക്കണം, 100 എന്ന് പറയുന്ന നമ്പറിനെ 10% ഞാൻ കൂട്ടി, 10% ഞാൻ കുറച്ചു. ഓക്കെ, ആദ്യം 10% കൂട്ടി, ആ കൂട്ടി കിട്ടുന്ന സാധനത്തിൽ നിന്ന് വീണ്ടും 10% കുറച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കിട്ടുന്ന നമ്പർ ഏതായിരിക്കും? 99 ആയിരിക്കും. അപ്പൊ 100 ആയിരുന്നു ആദ്യം വരുന്ന സാധനം, ഇപ്പൊ 99 ആയി. മനസ്സിലാക്കണം, 100 ആയിരുന്ന സാധനം 99 ആയി. കുറഞ്ഞാ കൂടിയ? ഡിക്രീസ് ആയ ഇൻക്രീസ് ആയ? ഉറപ്പായിട്ടും ഡിക്രീസ് ആയല്ലേ? ഇനി അവർ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഡിക്രീസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഉറപ്പായിട്ടും ഡിക്രീസ് ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ഇൻക്രീസും വരുവേ. ഇതേപോലെ വേണം നോക്കാൻ. ആദ്യത്തെ നമ്പറിനെ വെച്ച് നോക്കുമ്പോൾ കൂടിയോ കുറഞ്ഞോ നോക്കണം. ഇപ്പൊ എന്താ? ഡിക്രീസ് ആയി. ഇനി എത്ര പെർസെൻറ്റേജ് കുറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ വ്യത്യാസം എടുക്കുക. എത്രയാണ്? 1. ഇതിനെ പെർസെൻറ്റേജ് ഒന്നും ആക്കാൻ പോണ്ട. ഈ കിട്ടുന്ന സാധനം ഓൾറെഡി പെർസെൻറ്റേജ് ആണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞ 100 എന്ന ബേസിക് വാല്യൂ എടുത്താൽ കിട്ടുന്നത് ഓൾറെഡി എന്തായിരിക്കും? 1% എന്നായിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കുക മക്കളെ, ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഡിക്രീസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% ഡിക്രീസ് ആണ്. പക്കയാണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതുവരെ പറഞ്ഞ കാര്യം പക്കയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എ നമ്പർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 20%. The original number is increased altogether by. ഓക്കെ, ഒരു നമ്പർ എന്ന് പറയുന്നത് അതിനോടൊപ്പം ആദ്യം 10% ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പറിൽ നിന്നും ഇപ്പൊ എങ്ങനെയാണ് മൊത്തത്തിലുണ്ടായ ഇൻക്രീസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം. എളുപ്പമാണ്, പെട്ടെന്ന് ഞാൻ ചെയ്തു പോകും. ശ്രദ്ധിച്ചു നോക്കിയോണേ. ഫസ്റ്റ് ഞാൻ നമ്പറിനെ 100 എന്ന് എടുത്തു. ഓക്കെ, ഇനി മാറ്റങ്ങളൊക്കെ വരുത്തി ഇവിടെ ഒരു നമ്പർ വരും, അതെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു ബോക്സ് കൊടുത്തു. ഓക്കെ, ഇനി ഈ 100ൽ നിന്നും ആദ്യം എങ്ങനെയാ? 100ന്റെ കൂടെ 10% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110% ആകും. അതായത് 110/100 എന്ന് എടുത്താൽ മതി. പെർസെൻറ്റേജ് മാറ്റി. അടുത്ത എങ്ങനെയാണ്? ഇതിന്റെ കൂടെ 20% വീണ്ടും ഇൻക്രീസ് ആയല്ലേ? അതായത് അവിടെ എങ്ങനെ 120%, അതായത് 120 ഡിവൈഡഡ് ബൈ 100 എന്ന് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി സീറോസ് വെട്ടി കളിക്കാം. ഈ 0യും ഈ 0യും വെട്ടാം, ഈ 0യും ഈ 0യും വെട്ടാം, ഈ 0യും ഈ 0യും ഈ 0യും ഈ 0യും എല്ലാം വെട്ടിപ്പോയി. ബാക്കി ഇനി ആരെ മാത്രം ചെയ്താൽ മതി? 12 × 11 ചെയ്താൽ മതി. മക്കളെ 12 × 11, 12 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ആയിരിക്കും. പിന്നെ ഒരു 12 കൂടെ പ്ലസ് ചെയ്താൽ മതി. അതായത് 132 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 132. അതായത് പുതിയ നമ്പർ, ന്യൂ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 132 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ നിന്ന് മനസ്സിലാക്കാം, ഉറപ്പായിട്ട് 100 ആയിരുന്ന 132 ആയി. അപ്പൊ ഇൻക്രീസ് ആയ ഡിക്രീസ് ആയ? ഉറപ്പായിട്ട് ഇൻക്രീസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അല്ലെങ്കിൽ തന്നെ അവർ ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻക്രീസ് ആണെന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിനി പറയേണ്ട ആവശ്യമില്ല, എങ്കിലും പറയാം, ഇൻക്രീസ് ആണെന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇനി എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നതിൽ ഇവിടുത്തെ ഡിഫറൻസ് എടുത്താൽ മതി. എത്രയാണ്? 32 ആണ്. ഇത് തന്നെയായിരിക്കും പെർസെൻറ്റേജ്, കാരണം നമ്മൾ 100 വെച്ച് എടുത്തതുകൊണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം പക്കയല്ലേ? ഓക്കെ, അപ്പം മനസ്സിലാക്കാം, ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 32% ഇൻക്രീസ് ആണെന്നുള്ള കാര്യം
എല്ലാ പേരും മനസ്സിലാക്കണം. ഓക്കെ മക്കളെ, ഇതുവരെ പറഞ്ഞ 6 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻസും എല്ലാ പേർക്കും ക്ലിയർ ആണോ? പക്കയാണോ? ഓക്കെ ആണോ? നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: In an election between two candidates, a person who got 52% of the total votes won the election by a majority of 1000 votes. Find the number of votes secured by the winning candidate. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എപ്പോഴും നമ്മൾ ഒരു ഇലക്ഷനോ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ ഇലക്ഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 2 പേര് തമ്മിലുള്ള ഇലക്ഷൻ ആണ്. അതിൽ മൊത്തം പോൾ ചെയ്ത വോട്ട് അതിന് നമ്മൾ എപ്പോഴും 100% ആക്കി എടുക്കാവും. ഓക്കെ, ഇവിടെ 2 പേരാണ് മത്സരിച്ചത്. അതിൽ ഒരാൾ വിജയിക്കും, ഒരാൾ എന്ത് ചെയ്തു? തോറ്റു. പിന്നെ ഇൻവാലിഡ് വോട്ട്സിന്റെ കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ആ കണ്ടീഷൻ ചിന്തിക്കാനായിട്ട് പോണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 100% 100% വോട്ട് എന്ന് പറഞ്ഞാൽ ഇത് 2 ഭാഗമായിട്ടേ മാറത്തുള്ളൂ. അതായത് ഒരാൾ വിൻ ചെയ്യും, ഒരാൾ എന്ത് ചെയ്യും? ഫെയിൽ ആവും അല്ലേ? ഓക്കെ, അപ്പൊ വിൻ ചെയ്ത ആളിന് കിട്ടിയ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് അവർ പറയുന്നുണ്ട് എത്രയാണ്? 52% ആണ് എന്ന് വെച്ചാൽ മനസ്സിലാക്കണം. 100%ൽ 52% ജയിച്ച ആളിന് കിട്ടി. അപ്പൊ ബാക്കിയുള്ള 48% ആയിരിക്കും ആർക്ക് കിട്ടിയിട്ടുള്ളത്? തോറ്റ ആളിന് കിട്ടിയിട്ടുള്ളത്, ഫെയിൽ ആയ ആളിന് കിട്ടിയിട്ടുള്ളത്. മനസ്സിലാക്കിക്കൂടെ? ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം മെജോറിറ്റി അഥവാ ഭൂരിപക്ഷം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതായത് തോറ്റ ആളിനേക്കാൾ ജയിച്ച ആളിന് എത്ര ശതമാനം കൂടുതൽ കിട്ടി. ഇവിടെ ഇവർക്ക് എത്ര ശതമാനമാ കൂടുതൽ കിട്ടിയത്? 48-നേക്കാളും 52 ആണ് കൂടുതൽ കിട്ടിയത്. ആ 52 എത്രയാ കൂടുതൽ കിട്ടിയത്? 4% ആണ് കൂടുതൽ കിട്ടിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാൽ ഈ 4%ന്റെ വാല്യൂ ആണ് ഇവർ എത്ര മെജോറിറ്റി എത്ര വോട്ടെന്ന് പറഞ്ഞേക്കുന്നത്? 1000 വോട്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ഹിന്റ് കിട്ടി. എങ്ങനെയാണ്? 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് എടുക്കാം? 1000 ആണെന്ന് എടുക്കാം. ഓക്കെ മക്കളെ, എങ്ങനെയാണ്? 4% എന്ന് പറഞ്ഞാൽ 1000 ആണ്. അതായത് 100% ആണ് മൊത്തം പോൾ ചെയ്ത വോട്ട്. അതിൽ വിന്നിംഗ് കാൻഡിഡേറ്റിന് 52%, ഫെയിൽ ആയ ആളിന് 48%. ഇവർക്ക് എത്ര കൂടുതൽ കിട്ടി? 4% കൂടുതൽ കിട്ടി. അതാണ് ഇവിടുത്തെ മെജോറിറ്റി, അതാണ് 1000 വോട്ട്. അപ്പൊ 4% ആണ് 1000 വോട്ട്. ഓക്കെ, ഇനി എന്താ അവർ കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർഡ് ബൈ ദ വിന്നിംഗ് കാൻഡിഡേറ്റ്. ജയിച്ച ആളിനെ ഈ ക്വസ്റ്റ്യനിൽ 3 എണ്ണം ചോദിക്കാം. ഒന്ന് ജയിച്ച ആളിൻ്റെത് ചോദിക്കാം, ഒന്ന് തോറ്റ ആളിന്റെ ചോദിക്കാം, ഒന്ന് മൊത്തം പോൾ ചെയ്ത വോട്ട് ചോദിക്കാം. ജയിച്ച ആളിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ 52% കണ്ടെത്തണം. തോറ്റ ആളിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ 48% കണ്ടെത്തണം. ഇനി മൊത്തം പോൾ ചെയ്ത വോട്ട് കണ്ടെത്താൻ 100% കണ്ടെത്തിയാൽ മതി. സിമ്പിൾ അല്ലേ? ഇവിടെ വിൻ ചെയ്താ ചോദിച്ചത്, അപ്പൊ ഇവിടെ എന്ത് കണ്ടെത്തണം? 52% അങ്ങ് കണ്ടെത്തിയാൽ മതി. ക്ലിയർ അല്ലേ മകളെ? ഇതാണ് കണ്ടെത്താൻ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ഈ ഒരു രീതിയിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന മെത്തേഡാണ് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 2 പേര് നിൽക്കുന്ന ആരൊക്കെയാണ്? 1000ഉം 52ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 4ഉം 52ഉം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 5നകത്ത് ഒരു തവണ വരും. 1 × 4 4 വരും. 12നകത്ത് 3 വരും. അതായത് 13 ആണ്. 13 × 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 13,000 എന്ന് ആൻസർ കിട്ടും. അതായത് ഇവിടത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13,000 ആണെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഇതേപോലത്തെ പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പട പെട്ടെന്ന് ചെയ്യണം. ചെയ്തിരിക്കണം. എല്ലാവരും ചെയ്യണം. ആരും ഇനി തെറ്റിക്കരുത്. ഓക്കെ, പെട്ടെന്ന് ചെയ്യണം. ഇതിന്റെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി വേണം പോകാനായിട്ട്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: If the price of sugar is raised by 25%, find by how much % a householder must reduce his consumption of sugar so as not to increase his expenditure. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഷുഗറിന്റെ പ്രൈസ് 25% ഇൻക്രീസ് ചെയ്തു. എന്നാൽ ഇയാൾക്ക് ഈ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രൈസ് എന്താണ്? ഇയാളുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കൺസംഷൻ കുറച്ചു കഴിഞ്ഞാൽ ഇയാളുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊക്കെ വീട്ടിലൊക്കെ പറയുന്നതാണ്. കറണ്ട് ബില്ല് കൂടുതൽ വരുമ്പോൾ നമ്മൾ പറയും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയി ഫാനും ലൈറ്റൊക്കെ അപ്പോഴേ പോയി ഓഫ് ചെയ്യും. കാരണം എന്താണ്? കറണ്ട് ബില്ല് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഉപയോഗം അല്ലെങ്കിൽ ഇതിന്റെ ഉപഭോഗം കുറയ്ക്കും അല്ലേ? അതല്ലേ പറയുന്ന അതേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും പറയുന്നത്. അതായത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ ഷുഗറിന്റെ പ്രൈസിനെ 100 ആക്കി എടുക്കുക. എന്നാൽ 100 അല്ല, ഇതിന്റെ കൂടെ എത്ര കൂടി?
25% കൂടി. 100ന്റെ 25% എന്ന് പറഞ്ഞാൽ 25 ആണ്. അത് 25ഉം കൂടെ കൂടുമ്പം എത്രയായിട്ട് മാറും? ഇപ്പോഴത്തെ ഷുഗറിന്റെ പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 ആണ്. എത്രയാണ്? 125 ആണ്. ഇനി ഇയാളുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ കൺസംഷൻ എന്തുമാത്രം കുറയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇത് ഇങ്ങനെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാർഗമാണ്. ഇവർ തമ്മിലുള്ള ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് എടുക്കണം. എത്രയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ? 25 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 ആണ്. ഈ 25നെ ഒരിക്കലും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. എന്തുകൊണ്ടേ ഡിവൈഡ് ചെയ്യാവൂ? പുതിയ വാല്യൂ എപ്പോഴും ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ഒരിക്കലും 100 എടുക്കരുത്. ന്യൂ വാല്യൂ ആയ ഏതാണോ അത് വേണം എടുക്കാൻ. ഇവിടെ ന്യൂ വാല്യൂ ഏതാ? 125 ആണ്. അപ്പൊ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് പെർസെൻറ്റേജ് ആയതുകൊണ്ട് എല്ലായിടത്തും ഇൻറ്റു 100. പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 25ഉം 125ഉം 1 × 25 ആണ് 25, 5 × 25 ആണ് 125. ഈ 5ഉം 100ഉം തമ്മിൽ വെട്ടാം. 1 × 5 ആണ് 5, 20 × 5 ആണ് 100. അതായത് മനസ്സിലാക്കണം 20% ആണ് ഇവിടത്തെ ആൻസർ. ഓക്കെ, ഒന്നും കൂടി പറയാം മക്കളെ, ഷുഗറിന്റെ പ്രൈസ് 25% റേസ് ആയെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് 100 ആണ് ഷുഗറിന്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ 25% കൂടും. അതായത് 100ന്റെ 25% 25 ആണ്. അതും കൂടി കൂടുമ്പോൾ 125 എന്നായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി 100 125 ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാ കൂടിയത്? 25 ആണ് കൂടിയത്. ഈ വ്യത്യാസം ഡിഫറൻസ് എടുക്കുക. അതിനെ പുതിയ വാല്യൂ കൊണ്ടേ ഡിവൈഡ് ചെയ്യാവൂ. എടുത്ത് പറയാം, പഴയ വാല്യൂ കൊണ്ട് 100 കൊണ്ട് എടുക്കരുത്. 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ 25 125 വെട്ടുമ്പോൾ 1/5 എന്ന് വരും. ആ 5ഉം 100 തമ്മിൽ വെട്ടുമ്പോൾ 20 എന്ന് വരും. അതായത് മക്കളെ ഇവിടുത്തെ ആൻസർ എളുപ്പത്തിൽ കിട്ടും. എത്രയാണ്? 20% ആണ്. എത്രയാണ്? 20% ആണ്. ഇതേപോലെ പറവറ ചെയ്യാനായിട്ട് പറ്റണം. ക്ലിയർ അല്ലേ? ഓക്കെ, അതിന്റെ എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത്തേലോട്ട് പോവാം, ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The number that is to be added to 10% of 320 to have the sum as 30% of 230 is dash. ഓക്കെ മക്കളെ, ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number that is to be added to 10% of 320, 320യുടെ 10%നോടൊപ്പം ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ സം ആയിട്ട്, ഓക്കെ, അതിന്റെ സം ആയിട്ട് ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 230യുടെ 30% കിട്ടും. ഓക്കെ, കാര്യം മനസ്സിലാക്കണം. 10% ഓഫ് 320യുടെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സം ആയിട്ട് ആൻസർ ആയിട്ട് 230യുടെ 30% കിട്ടും. എങ്കിൽ ആ നമ്പർ ഏത്? ആ ആഡ് ചെയ്യുന്ന നമ്പർ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ മക്കളെ? മനസ്സിലാക്കുക, ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്ന ഏതാ? 30% ഓഫ് 230 ആണല്ലേ? അതായത് മനസ്സിലാക്കണം, ഈ 30% ഓഫ് 230യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 10% ഓഫ് 320 കുറയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ആൻസർ കിട്ടും? ഈ പറയുന്ന എന്ത് ആൻസർ കിട്ടും? നമ്പർ കിട്ടും. ഓക്കെ, അവിടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതായത് ആൻസറിൽ നിന്നും ഈ ഒരു സാധനം കുറയ്ക്കുമ്പോൾ മറ്റേ നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇത് കണ്ടെത്താൻ വെറുതെ ഡയറക്റ്റ് ആയിട്ട് ഫ്രാക്ഷൻസ് ഒന്നും എഴുതാൻ പോണ്ട, മനസ്സ് ചെയ്യാം. അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ 320 വെച്ച് പറഞ്ഞുതരാം മക്കളെ. 320 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഈ നമ്പറിന്റെ 3% നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. അതായത് ഇവരുടെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 320 തന്നെ ആയിരിക്കും. ഏതൊരു നമ്പറിന്റെയും 100% എന്തായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. അപ്പൊ 320യുടെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 ആണെന്ന് മനസ്സിലാക്കണം. ഇനി ഇതിന്റെ അടുത്ത കണ്ടെത്താൻ പറ്റുന്ന പെർസെൻറ്റേജ് ആണ് 10%. ഏതൊരു നമ്പറിന്റെയും 10% കണ്ടെത്താൻ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്താൽ എത്രയായിരിക്കും? 32.0. 32.0 എടുക്കണ്ട, എത്രയായിരിക്കും? 32 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഏതൊരു സംഖ്യയുടെയും എന്ത് കണ്ടെത്താൻ പറഞ്ഞാൽ 1% കണ്ടെത്താൻ പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 3.20 എന്ന് വരും. 3.20 എന്നും വേണ്ട, 3.2 എന്ന് എടുത്താൽ മതി. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം, മനസ്സിൽ ചെയ്യാം. അതായത് മനസ്സിലാക്കണം, 230യുടെ 30% എന്ന് വെച്ചാൽ 230യുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ 23 എന്ന് വരും അല്ലേ? 30% ചോദിച്ചിരിക്കുന്നത്. അതായത് 10% പ്ലസ് 10% പ്ലസ് 10% ആണെന്ന് മനസ്സിൽ ചിന്തിക്കണം. അതായത് 323 വരും. 323 എന്ന് പറഞ്ഞാൽ 323 എന്ന് പറഞ്ഞാൽ 323 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 69 ആയിരിക്കും അല്ലേ? എന്തായിരിക്കും? 69 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി
ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താണ്? 320യുടെ 10% മൈനസ് ചെയ്യണം. 320യുടെ 10% നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. എത്രയായിരിക്കും? 32 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതായത് 69ൽ നിന്നും 32 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ആയി എത്രയായിരിക്കും മക്കളെ? 37 ആയിരിക്കും. എത്രയാണ്? 37 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ആണെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇതേപോലെ ചെയ്യണം. ഈ ഒരു ഐഡിയ മനസ്സിലാക്കണേ. അതായത് എളുപ്പത്തിൽ 100%, 10%, 1% എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ പെർസെൻറ്റേജ് എടുക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാമല്ലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, ശ്രദ്ധിച്ച് നോക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? A number is divided into two parts in the ratio of 5:6 respectively. The sum of 60% of first part and 50% of second part is 84. If both parts are increased by 10, then what will be the respective ratio between the sum of old numbers and new numbers? ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ IBACIOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യനാ. കുറച്ച് സ്റ്റെപ്പൊക്കെ നമ്മൾ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിക്കാതെ ചെയ്യാം. മക്കൾ ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ട് നമ്പേഴ്സ്. ഓക്കെ, ഒരു നമ്പറിനെ A number is divided into two parts. ഒരു നമ്പറിനെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ റേഷ്യോ ആണ് 5:6 എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന 5:6 എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? The sum of 60% of first part. ഓക്കെ, ഫസ്റ്റ് പാർട്ടിന്റെ 60%ഉം അതുപോലെ 60%ഉം സെക്കൻഡ് പാർട്ടിന്റെ 50%ഉം തമ്മിലുള്ള സം എന്ന് പറഞ്ഞാൽ 84 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 84 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കണം, ഒന്നാമത്തെ പാർട്ടായ 5ന്റെ 60%, അതായത് 5ന്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്രയായിരിക്കും? 3 ആയിരിക്കും. എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇതിന്റെ 10% 0.5 ആയിരിക്കും. അപ്പം 60% എന്ന് പറയുമ്പോൾ എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് മനസ്സിലെടുക്കാം. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? 6ന്റെ 50%. എന്താണ്? 6ന്റെ 50%. 6ന്റെ 50% എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6ന്റെ 50% എന്ന് പറഞ്ഞാൽ 6ന്റെ 100% 6 ആണല്ലേ. അപ്പൊ 50% എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ പകുതി എടുത്താൽ മതി. എത്രയായിരിക്കും? 3 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം, 5ന്റെ 60% 3 ആണ്, 6ന്റെ 50%ഉം 3 ആയിരിക്കും. ഇനി ഇവര് തമ്മിലുള്ള ഈ പെർസെൻറ്റേജസ് ആയ, അതായത് 3യും തമ്മിലുള്ള സമ്മാണ് നമുക്ക് ഇവിടെ നിന്ന് എത്രയെന്ന് കിട്ടുന്ന? 3യും തമ്മിലുള്ള സമ്മ് നമുക്ക് എത്രയെന്നാ കിട്ടുന്നത്? 6 എന്നാ കിട്ടുന്നത് അല്ലേ? ഓക്കെ, ഈ 3യും കൂട്ടി കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 6 എന്ന സമ്മ് കിട്ടും. പക്ഷേ സമ്മ് 6 അല്ല, അവരെടുത്ത് പറയുന്നുണ്ട് എത്രയെന്നാ കിട്ടുന്നത്? 84 എന്നാ കിട്ടുന്നത്. ഓക്കെ, സം എത്രയാണ്? 84 ആണ്. അപ്പൊ 6 84 ആകണമെങ്കിൽ മക്കളെ നോക്കിയാൽ മതി, ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 84 ആകാൻ 8നകത്ത് എത്രയാണ്? ഒരു 6 വരും അല്ലേ. പിന്നെ 24നകത്ത് 4 6 4 6 വരും അല്ലേ. അതായത് 14 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ സം എന്ന് പറഞ്ഞാൽ 3 + 3 6 ആണ്. 6 അല്ല 84 ആണ്. അപ്പം 84 ആകാണ്ട് 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാധനം കിട്ടി. ഇനി നമുക്ക് ആ പഴയ നമ്പേഴ്സ് കണ്ടെത്താനായിട്ട് ഈ 5നെയും 6നെയും ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 5നെയും 6നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ആ പഴയ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാവും. ഓൾഡ് നമ്പേഴ്സ്. അതായത് 5നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. പിന്നെന്താണ്? 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 2 കൂടെ ആഡ് ചെയ്യുമ്പം 70 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ പഴയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 70 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതേപോലെ അടുത്ത 6നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണ്. അതിന് 4. 6 × 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 കൂടെ ആഡ് ചെയ്യുമ്പം 84 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് പഴയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 70യും 84ഉം ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഈ രണ്ട് പാർട്സിനെയും നമ്മൾ 10 വീതം കൂട്ടി, 10 വീതം കൂട്ടി. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഴയ നമ്പേഴ്സിന്റെ മൊത്തം സമ്മും പുതിയ നമ്പേഴ്സിന്റെ മൊത്തം സമ്മും കൂടെ ഉള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഓൾഡ് നമ്പേഴ്സിന്റെ സം എടുക്കാം. അപ്പൊ എങ്ങനെയാണ്? ഞാൻ ഇവിടെ എഴുതിത്തരാം. സം ഓഫ് ഓൾഡ് നമ്പേഴ്സ്. ഓക്കെ, ഓൾഡ് നമ്പേഴ്സിന്റെ സമ്മ്. ഓൾഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ
ഈ 70യും 84 ആഡ് ചെയ്താൽ മതി. അതായത് എത്രയായിരിക്കും മക്കളെ? 154 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എങ്ങനെയാണ്? സം ഓഫ് ന്യൂ നമ്പേഴ്സ് അല്ലേ? സം ഓഫ് ന്യൂ നമ്പേഴ്സ്. ഓക്കെ, ന്യൂ നമ്പേഴ്സ് മക്കളെ മനസ്സിലാക്കണം. പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ടിലും 10 വെച്ച് കൂട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മൊത്തം 154 ആയിരുന്നു. അതിൽ ഓരോ പാർട്ടിലും 10 വെച്ച് കൂട്ടിയത് 2 പാർട്ടിലും എന്ത് കൂടും? 10 കൂടും. അതായത് എത്രയായിട്ട് മാറും? 174 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പം ഓൾഡ് നമ്പേഴ്സിന്റെ സമ്മ 154 ആണ്. ന്യൂ നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ 174 ആണ്. അതായത് മനസ്സിലാക്കുക, ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 154:174 ആയിരിക്കും. രണ്ടുപേരും ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 154ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 150യുടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 75 ആണല്ലേ? അതായത് 77 എന്ന് വരും. ഓക്കെ, 174ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 170യുടെ പകുതി എന്ന് പറഞ്ഞാൽ 85 ആണ്. അതായത് 87 എന്ന് വരും. ഇനി ഇവരെ വെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 77 × 87 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ആൻസർ എത്രയാണ്? 77 × 87 ആണ് ഇവിടുത്തെ ആൻസർ. പക്കയല്ലേ? കുറച്ച് വലിയ ക്വസ്റ്റ്യനാ, പക്ഷേ പ്രീവിയസ് ഇയർ PQ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഏതിൻ്റെയാണ്? IBയുടെ. ഓക്കെ, IBACIOയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നോക്കിയിട്ടേ പോകാവൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഐഡിയ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയാൽ ഇതേപോലത്തെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാം. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാൻ പോവുകയാണേ മകളെ. അടുത്ത ആവറേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റോടൊക്കെ ക്ലിയർ ചെയ്ത് വരും. ഓക്കെ, നോക്കിയേ. ദ ആവറേജ് ഏജ് ഓഫ് 4 brothers ഈസ് 12 years. ഇഫ് ദ ഏജ് ഓഫ് their mother be also included, the average is increased by 5 years. The age of the mother is dash. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബ്രദേഴ്സിന്റെ, അതായത് 4 ബ്രദേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 12 years ആണ്. ഓക്കെ, ഇതിൽ ഇവരുടെ അമ്മയെയും കൂടെ എന്ത് ചെയ്തു? മദറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. എന്ന് വെച്ചാൽ 4 എന്നുള്ള എത്ര പേരായിട്ട് മാറും? 5 ആയിട്ട് മാറും. അപ്പോൾ അവരുടെ ആവറേജ് എന്ത് ചെയ്തു? 5 year ഇൻക്രീസ് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് 12 year എന്നുള്ള എത്രയായിട്ട് മാറും? 5 year കൂടി എന്നുള്ള എത്രയായിട്ട് മാറും? 17 years ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? എങ്കിൽ പുതുതായിട്ട് വന്ന അമ്മയുടെ മദറിന്റെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്ന. മകളെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഈ ഭാരങ്ങളോ ഇയറോ ഇങ്ങനെ വയസ്സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വച്ചും കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പുതിയതായിട്ട് ഒരാൾ വന്ന് ചേരും. അപ്പൊ ആ വന്ന ആളിന്റെ വയസ്സോ അല്ലെങ്കിൽ വെയിറ്റോ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ വരുന്ന പുതുതായിട്ട് വന്ന് ചേരുന്ന ആളിന്റെ എന്ത് കാര്യമായാലും കണ്ടെത്താനായിട്ട് ഒരു എളുപ്പമാർഗമുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പോണ്ട, എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, ഇതേപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം മകളെ. ഇവിടെ മുകളിലത്തേന് അപേക്ഷിച്ച് എന്താണ് ചെയ്തത്? താഴെ 4 എന്നുള്ള 5 ആയി. അതായത് ഒന്ന് കൂടുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ +1 എന്നേ എഴുതാവൂ. സൈൻ കാണിച്ചിരിക്കണം, ഉറപ്പായിട്ടും കാണിച്ചിരിക്കണം. മുകളിലത്തേനെ വെച്ചാണ് നോക്കുന്നത്. മുകളിലത്തേനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്തു? കൂടി. ഇവിടെ എങ്ങനെയാണ്? മുകളിലത്തേനെ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്തു? 5 കൂടി അല്ലേ? അപ്പൊ അവിടെയും +5 എന്നേ എഴുതാവൂ. ക്ലിയർ അല്ലേ? ഇനി വന്നു ചേർന്ന ആളിന്റെ വയസ്സ് കണ്ടെത്താനായിട്ട് എന്ത് കാര്യം വന്നു ചേർന്ന ആളിന്റെ കണ്ടെത്താനായിട്ട് നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. അതായത് ഇവിടെ കിട്ടിയ സാധനവും അതുപോലെ ഇവിടെ കിട്ടിയ സാധനവും, ഈ 2 സാധനം ഞാൻ വരയ്ക്കുന്ന നോക്കിക്കോളണേ. ഇതിനെ മുകളിൽ ഇങ്ങറ്റത്തെ ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെതാ ഇങ്ങറ്റത്തെ താഴത്തെ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഈ വരച്ചേക്കുന്ന നിങ്ങൾ വരച്ചങ്ങ് വെച്ച് നിങ്ങൾക്ക് കിട്ടും സാധനം. ഈ ഒരു ഓർഡറിൽ ചെയ്യാവോ, മാറിപ്പോകരുത്. ഇവിടെ കിടക്കുന്ന നമ്പറിനെ ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ കിടക്കുന്ന നമ്പറിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിയേ, +1 × 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +17 ആണ്. ആദ്യമായതുകൊണ്ട് 17 എന്ന് വെറുതെ അങ്ങ് കൊടുത്താൽ മതി. അടുത്ത എങ്ങനെയാ? +5 × 4, അതായത് എന്തായിരിക്കും? +20 ആയിരിക്കും അല്ലേ? അപ്പൊ ചിഹ്നം പ്ലസ് എന്ന് കൊടുക്കാവുമ്പോൾ -1 എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ആണ് ഞാൻ സൈൻ എഴുതണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? +20 എന്ന് വരും. അതായത് 20യും 17നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും മക്കളെ? ഇവിടെ 37 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 37 എന്ന് കിട്ടും. അതായത് മനസ്സിലാക്കണം, അമ്മയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 37 years ആണ് എന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പക്കയല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ടൈപ്പ് മറന്നു പോലെ ഇതേപോലെ ഇൻക്ലൂഡ് ആവുന്ന ഏത് കേസ് വന്നാലും ഇതേപോലെ ചെയ്താൽ മതി, ഉറപ്പായിട്ടും കിട്ടും. സൈൻ നോക്കിയേ ചെയ്യാവൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ 4 പേരുടേത് 12 ആണ്, 12 ആണ്. അമ്മയും കൂടെ വരുമ്പം 5 പേരാകും, 5
അല്ലെ 5 നമ്പേഴ്സ് ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 17 ആയിട്ട് മാറും. ഇനി എന്താണ് ഇവിടെ 12നെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ +5 ആണ് കൂടിയത്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ +1, അതായത് 1 ആണ് കൂടിയത്. ഇനി എന്താണ് ഞാൻ ഈ വരച്ചേക്കുന്ന കാര്യം ഇതേപോലെ വരച്ചു വെച്ചോളണം. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ നോക്കിയേ ചെയ്യാവൂ. മൈനസ് വരികയാണെങ്കിൽ മൈനസേ കൊടുക്കാവൂ. അത് ചെയ്യുമ്പോഴേ ആൻസർ കിട്ടത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഇൻക്ലൂഡ് ചെയ്ത ആളിന്റെ വയസ്സ്. ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യണം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യം പക്കയല്ലേ? എല്ലാ പേർക്കും പക്കയല്ലേ? അടുത്തയിലോട്ട് പോകാലോ. നമുക്ക് അടുത്തയിലോട്ട് പോകാലോ. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്രിക്കറ്റർ ഹാസ് എ മീൻ സ്കോർ ഓഫ് 60 runs in 10 innings. Find out how many runs are to be scored in the 11th innings to raise the mean score to 62. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റർ മീൻ സ്കോർ എന്ന് പറഞ്ഞാൽ ഡൗട്ട് വരരുതേ. മീൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്ന? ആവറേജ് സ്കോർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്രിക്കറ്റർ അയാളുടെ 10 ഇന്നിങ്സിൽ നിന്നും 16 റൺസ് ആണ് ആ മീൻ സ്കോറുടെ ആവറേജ് ആയിട്ട് നേടിയത്. എന്നാൽ ഫൈൻഡ് ഔട്ട് ഹൗ മെനി റൺസ് ആർ ടു ബി സ്കോർഡ് ഇൻ ദ 11th innings. 11ാമത്തെ ഇന്നിങ്സിൽ എത്ര റൺസ് ഇയാൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ അപ്പോഴുള്ള 11 ഇന്നിങ്സിലെ മീൻ സ്കോർ എന്ന് പറഞ്ഞാൽ 62 ആയിട്ട് മാറും. ഇപ്പൊ പറഞ്ഞ സെയിം ഐഡിയ അല്ലേ? ഇതേപോലെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ദാ ഇങ്ങനെയാണ്. ഇയാളുടെ 10 ഇന്നിങ്സിൽ നിന്നും ഇയാൾ നേടിയ മീൻ സ്കോർ എത്രയാണ്? 60 ആണ്. ഓക്കെ, ഇനി 11ാമത് ഇന്നിങ്സ് കൂടെ കളിച്ചപ്പോൾ എത്രയായി? 11 ഇന്നിങ്സ്. അതിൽ നിന്ന് എത്ര റൺസ് അയാൾക്ക് കിട്ടണം? മൊത്തം 62 ആണ് മീൻ സ്കോർ ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, എങ്കിൽ 11ാമത്തെ ഇന്നിങ്സിൽ നേടേണ്ട സ്കോർ ആണ് ചോദിച്ചിരിക്കുന്ന. ഈ വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ് അങ്ങ് എടുത്താൽ മതി. ഇതേപോലെ ചെയ്യണം. ഇവിടെ എങ്ങനെയാണ് മക്കളെ? ഇവിടെ എങ്ങനെയാ? +1 ആണ് കൂടിയത്. ഇവിടെ എങ്ങനെയാണ്? +2 ആണ്. എന്ത് ചെയ്താൽ മതി? 2 നമ്പർ നമുക്ക് ഇതാ ഇവിടെ കിട്ടിക്കൂടുന്നത്. ഇതിന് എങ്ങനെ ചെയ്യണം? ഈ നമ്പറിന് ഇതാ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ നമ്പറിന് ഇതാ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊന്ന് വരച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി ചെയ്യാറിയാലോ 62 × 1 എന്ന് +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +62 ആയിരിക്കും. പ്ലസ് ഫ്രണ്ടിലായതുകൊണ്ട് കൊടുക്കേണ്ട 62. അടുത്ത 10 × +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +20 ആണ്. ഇവിടെ ഉറപ്പായിട്ടും കൊടുക്കണം +20. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 82 എന്ന് കിട്ടും. അതായത് അയാൾ എത്ര റൺസ് നേടണം? 82 റൺസ് നേടിയാൽ മാത്രമേ അയാൾക്ക് ആവറേജ് എത്രയായിട്ട് മാറത്തുള്ളൂ? 62 ആയിട്ട് മാറത്തുള്ളൂ. അപ്പം മക്കളെ ഇവിടുത്തെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 82 ആണെന്നുള്ള കാര്യം സിമ്പിൾ ആയിട്ട് എടുക്കാം. പക്കയാണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആവറേജ് വെയിറ്റ് ഓഫ് 25% ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 kilogram when one man weighing 60 kilogram is replaced by a new person. Weight of new person is dash. ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം ഒരു 25%, 25%ന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പം നമുക്ക് അതിനെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, എന്നാൽ എങ്ങനെയാണ്? പുതിയൊരാൾ വരുന്ന സമയത്താണ് അല്ലെ 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ പോയിട്ട് പുതിയൊരാൾ വന്നപ്പം 1 കിലോഗ്രാം കൂടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മക്കളെ മനസ്സിലാക്കണം, മൊത്തം 25 പേരുണ്ടായിരുന്നു. ഒരാൾ പോയി എന്നിട്ട് ഒരാൾ വന്നു എന്ന് വെച്ചാൽ ഇപ്പൊ എത്ര പേര് കാണും? ഇപ്പോഴും 25 ആൾക്കാർ കാണും. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ കാര്യം കേട്ടോ. അതായത് ഒരാൾ പോയി എന്നിട്ട് ഒരാൾ വീണ്ടും വന്നു എന്ന് വെച്ചാൽ ആൾക്കാരുടെ എണ്ണം എത്ര തന്നെ ആയിരിക്കും? 25 തന്നെ ആയിരിക്കും. അപ്പോഴ് എങ്ങനെയായിട്ട് മാറിയെന്നാ പറഞ്ഞേക്കുന്നേ? ആവറേജ് എത്രയായിരുന്നോ അതിന്റെ കൂടെ 1 കിലോഗ്രാം കൂടി, അതായത് 1 കൂടി. ക്ലിയർ അല്ലേ? ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായോ? പക്കയാണോ? ഇനി നോക്കണം മക്കളെ. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ 0 ആണല്ലേ. എന്നാൽ ഇവിടെ നോക്കിയ മുകളിലത്തെ പക്ഷെ എങ്ങനെയാണ്? +1 ആണ് കൂടിയത്. പറഞ്ഞ അതേപോലെ തന്നെയാണ്. എന്ത് ചെയ്യണം? ഇതിനതാ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനതാ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x+1 എന്ന് വന്നതിൽ കാര്യമില്ല. അതും ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ ആയിരിക്കും. +1 × 25 +25 ആണ്. അതായത് എത്രയായിരിക്കും? 25 ആണ്. എത്രയാണ്? 25 ആണ്. ഓക്കെ, ആൻസർ ഒരിക്കലും ഇതല്ല. കാരണം അവർ എടുത്തു പറയുന്നുണ്ട് 60 കിലോഗ്രാമുള്ള ഒരാൾ പോയിട്ടാണ് പുതിയ ആള് വന്നത് എന്ന് വെച്ചാൽ പുതിയ ആളിന്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പ്ലസ് അല്ലേ കിട്ടിയത്, അപ്പൊ പ്ലസ് ചെയ്യാവൂ. ഇൻ കേസ് ഇവിടെ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ എത്ര കിലോഗ്രാമുള്ള ആളാ പോയത്? 60 കിലോഗ്രാമുള്ള ആളാണ് പോയത്. ഇവിടെ +25 കിട്ടിയോണ്ട് പ്ലസ് ചെയ്യുക. +25, അതായത് ആൻസർ എത്രയായിരിക്കും? 85 ആയിരിക്കും. എന്നാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇവിടെ -25 ആണ് വന്നതെന്നുണ്ടെങ്കിൽ 60ൽ നിന്നും മൈനസേ ചെയ്യാവൂ. അതാണ് എനിക്ക് പറയാനുള്ള. എഴുതി പഠിച്ചു വെച്ചോളണം.
അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 85 ആണ്. എത്രയാണ്? 85 ആണ്. പറഞ്ഞ കാര്യം പക്കയാണോ? അപ്പൊ പറഞ്ഞ എന്താണ്? ഇവിടെ എന്താണ് 25 അല്ലെ, 25 പേരുടെ വെയിറ്റ്, ആവറേജ് വെയിറ്റ് തന്നിട്ടില്ല, അതിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ പോയിട്ട് 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾ പോയി, എന്നിട്ട് വേറൊരാൾ വന്നു. ഒരാൾ പോയിട്ട് ഒരാൾ വന്നു പറഞ്ഞാൽ ഇപ്പോഴും എത്ര പേരേ ഉള്ളൂ? 25 ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ആവറേജ് എങ്ങനെയായി? 1 കിലോഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ ആവറേജ് അത് എക്സ് ആയിരുന്നത് x+1 ആയിട്ട് മാറി. ഇനി ഞാൻ എടുത്തു, ഇവിടെ എന്താണ് വ്യത്യാസമില്ല, 0 ആണ്. ഇവിടെ 1 കൂടുതലാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ x+1 × 0 0 തന്നെ ആയിരിക്കും. ബാക്കി 25 × 1 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇത് ചെയ്യുമ്പോൾ 25 എന്നിട്ട് സൈൻ നോക്കിയേ ചെയ്യാവൂ, 25 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കിട്ടിയത് +25 ആയതുകൊണ്ട് ഇവിടെ പോയ ആളിന്റെ വെയിറ്റിന്റെ കൂടെ എന്ത് ചെയ്യണം? 25 കൂട്ടണം. മൈനസ് കിട്ടിയാൽ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും കുറയ്ക്കുകയോ ചെയ്യാവൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പുതിയ ആളിന്റെ വെയിറ്റ് കിട്ടും. ഇവിടെ ഇപ്പൊ എത്രയാണ്? 85 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ മകളെ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും പക്കയാണോ? എല്ലാവർക്കും പക്കയാണോ? അടുത്തയിലോട്ട് പോവാലോ മകളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചു നോക്കണേ. ദ ആവറേജ് ഓഫ് 30 റിസൾട്ട് ഈസ് 20 and the average of other 20 results is 30. What is the average of all the result? ക്വസ്റ്റ്യൻ മനസ്സിലായ? 30 റിസൾട്ടുകളുടെ ആവറേജ് 20 എന്ന് കിട്ടും. അതുപോലെ 20 റിസൾട്ടുകളുടെ ആവറേജ് 30 എന്ന് കിട്ടും. എങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ റിസൾട്ട്? മൊത്തത്തിലുള്ള റിസൾട്ടിന്റെ ആവറേജ് എത്രയാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിമ്പിൾ സാധനമാ. നമുക്കിതൊരു ടേബിളൊക്കെ വരച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് മക്കളൊന്ന് മനസ്സിലാവണമെങ്കിൽ ടേബിളൊക്കെ വരച്ചൊന്ന് പറഞ്ഞു തരുന്നേ. ടേബിൾ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇവിടത്തെ നമ്പർ എടുക്കണം. എന്തെടുക്കണം? നമ്പർ എടുക്കണം. രണ്ടാമത് നമ്മൾ ഇവിടത്തെ ആവറേജ് എടുക്കണം. ആവറേജ് ആണ് എ ബി എന്ന് ഷോർട്ട് ആക്കി കൊടുത്തേക്കുന്നേ. അടുത്തൊരു കോളം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇവിടത്തെ സം ആയിരിക്കും. എന്തായിരിക്കും? സം ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? നമുക്കറിയാം 30 പേരുടെ ആവറേജ് 20 ആണ്. അതുപോലെ 20 പേരുടെ 20 ആൾക്കാരുടെ ആവറേജ് എത്രയാണ്? 30 ആണ്. ഇതെടുത്തങ്ങ് എഴുതി മക്കളെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആവറേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സം ബൈ നമ്പർ ആണ്. ഇതാണ് ആവറേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. എന്താണ്? സം ബൈ നമ്പർ ആണ്. എന്ന് വെച്ചാൽ സമ്മ് കണ്ടെത്താൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? സമ്മ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ ഇനി എങ്ങാനും നമ്പർ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ കണ്ടെത്താൻ വന്നു കഴിഞ്ഞാൽ അത് സമ്മിന്റെ കൂടെ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 3 കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്കിവിടെ ഇവരുടെ നമ്പർ ഉണ്ട്, ആവറേജ് ഉണ്ട്, സമ്മ് കണ്ടെത്താം. ഈ പറയുന്ന 13 20 കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഴുതരാം. 13 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ ആയിട്ട് കിട്ടും 600. ഓക്കെ, ഇവിടെയും 20യും 30യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെയും കിട്ടും 600. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ അടിയിൽ വര കൊടുത്തു. മൊത്തത്തിലുള്ള സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുന്നത് എത്രയാണ്? 1200 ആണ്. മൊത്തത്തിലുള്ള ആവറേജ് എടുത്തു വെക്കരുത്, തെറ്റാണ്. മൊത്തത്തിലുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 13 20 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 50 ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് മൊത്തത്തിലുള്ള വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ റിസൾട്ട് എന്ന് ചോദിച്ചാൽ മൊത്തത്തിലുള്ള റിസൾട്ടിന്റെ ആവറേജ് എത്രയാണ്? അപ്പൊ ടോട്ടൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0യും 0യും വെട്ടാം. ഓക്കെ, 20ക്കകത്ത് 120ക്കകത്ത് ഇവിടെ 2 × 5 ആണ് 10 എന്ന് പറയുന്നത്. 4 × 5 ആണ് 20 എന്ന് പറയുന്നത്. അതായത് ആൻസർ എത്രയെന്ന് കിട്ടും? 24 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 24 എന്ന് ആൻസർ കിട്ടും. അതായത് മക്കളെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇതേപോലെ നമ്പർ എഴുതുക, ആവറേജ് എഴുതുക, സം എഴുതുക. നമ്പർ ഉണ്ട്, ആവറേജ് ഉണ്ട്. ചില ആൾക്കാർ ഇത് രണ്ടും കൂടെ കൂട്ടി വയ്ക്കും കേട്ടോ. ആവറേജ് എന്ന് പറയുമ്പോൾ 20യും 30യും കൂടെ കൂട്ടി വയ്ക്കും. പൊട്ട തെറ്റാണ്. 50 ആയിരിക്കും വരുന്ന. തെറ്റാണല്ലേ? അങ്ങനെയൊന്നും ചെയ്ത് വെക്കരുത്. നമ്പർ ഉണ്ട്, ആവറേജ് ഉണ്ട്. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ സമ്മായി. അടുത്ത 20 30 ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ സമ്മായി. മൊത്തം സം എടുക്കുക, മൊത്തം നമ്പർ എടുക്കുക. മൊത്തം സമ്മിനെ മൊത്തം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ആവറേജ് കിട്ടും. അങ്ങനെയാണ് 1200നെ 50 ഡിവൈഡ് ചെയ്യാം. 0യും 0യും വെട്ടാം. 5ഉം 120യും വെട്ടുമ്പോൾ 24 എന്ന് കിട്ടും. അതായത് മൊത്തത്തിലുള്ള ആവറേജ് എത്രയായിരിക്കും? 124 ആയി. 24 ആയിരിക്കും. 24 ആയിരിക്കും. അപ്പൊ മൊത്തത്തിലുള്ള ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 24 ആണ്. ക്ലിയർ അല്ലേ? പക്കയല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അടുത്തയിലോട്ട് പോവാലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ആവറേജ് ഓഫ് 8 സ്റ്റുഡൻസ് ഈസ് 15 years.
If 2 more students of age 20 and 10 years join, what will be the new average age? നമ്മുടെ 2021 IBECIOക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, കാണുമ്പോൾ ഭയങ്കര ടഫാണെന്നൊക്കെ തോന്നും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 8 സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15 ഇയേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവരുടെ സമ്മം എടുത്തൂടെ? ഇവരുടെ ഞാൻ ഇനി പറയുന്നൊന്നുമില്ല, വെറുതെ സ്റ്റെപ്പ് ഒന്നും എല്ലാം എഴുതിക്കൊണ്ടിരിക്കത്തില്ല. ആവറേജ് 8 സ്റ്റുഡൻസിന്റെ ആവറേജ് 15 ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ സമ്മ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 15ഉം 8ഉം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? 15ഉം 8ഉം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 × 8 എന്ന് പറഞ്ഞാൽ മക്കളെ എത്രയാണ്? 120 ആണ്. അതറിയാമല്ലോ. 15 × 4 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പൊ 15 × 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 120 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഇവരോടൊപ്പം 2 ആൾക്കാരും കൂടി, 2 സ്റ്റുഡൻസും കൂടി ചേർന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജ്, സ്റ്റുഡൻസ് ഓഫ് ഏജ്, അവരുടെ ഏജ് എത്രയാ പറഞ്ഞേക്കുന്നേ? 20 എന്നും 10 എന്നുമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 120 ആണ്. എന്നാൽ ന്യൂ സം എത്രയായിട്ട് മാറും? ന്യൂ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും? ഞാൻ മനസ്സിലാവാനാണ് ഇങ്ങനെയൊക്കെ എഴുതി തരുന്നേ. 120യോടൊപ്പം ആ 2 പേര് ആരൊക്കെയാണ്? 20ഉം 10ഉം, 20യും 10ഉം കൂടെ വരും അല്ലേ? അതായത് മക്കളെ എത്രയായിട്ട് മാറും? 150 ആയിട്ട് മാറും. അപ്പം ന്യൂ സം എന്ന് പറഞ്ഞാൽ 150 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി നമുക്ക് ആവറേജ് അല്ലേ കണ്ടെത്താനുള്ളൂ, ന്യൂ ആവറേജ് കണ്ടെത്തണം അല്ലേ? എന്നാൽ നമ്പർ എത്രയാണ്? മുമ്പത്തെ നമ്പർ എത്രയായിരുന്നു? 8 ആയിരുന്നു. എന്നാൽ ന്യൂ നമ്പർ എത്രയായിരിക്കും? പുതിയ നമ്പർ എത്രയായിരിക്കും? പുതിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ കൂടെ 2 പേരും കൂടെയാണ്, 8ന്റെ കൂടെ 2 പേരും കൂടെ ചേർന്നപ്പോൾ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് എന്താ കണ്ടെത്താനുള്ളേ? ന്യൂ ആവറേജ് കണ്ടെത്തണം. എന്താണ്? ന്യൂ ആവറേജ് കണ്ടെത്തണം. മക്കളെ, ന്യൂ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂ സമ്മായ 150യെ ന്യൂ നമ്പറായ എണ്ണമായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0യും 0യും വെട്ടിക്കളയാം. 15 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്രയാണ്? 15 ഇയേഴ്സ് ആയിരിക്കും പുതിയ ആവറേജ്. എത്രയാണ്? 15 ഇയേഴ്സ് ആണ് പുതിയ ആവറേജ്. ഓക്കെ അല്ലേ? മക്കളെ മനസ്സിലാക്കണം, പഴയ ആവറേജും 15 ഇയേഴ്സ് ആയിരുന്നു, പുതിയ ആവറേജും 15 ഇയേഴ്സ് ആയിരുന്നു. ഇതിൽ ഞാൻ ഓപ്ഷൻസ്, പ്രീവിയസ് ഇയർ ACIയുടെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇതിൽ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓപ്ഷൻസ് ഇട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആൻസർ വന്ന ഓപ്ഷൻ വന്ന എങ്ങനെയാണെന്ന് അറിയാവോ? റിമെയിൻസ് സെയിം. എങ്ങനെയാണ്? റിമെയിൻസ് സെയിം. അതായത് രണ്ടും 15 ആയതുകൊണ്ട് 15 ഇയേഴ്സിനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പകരം വന്ന ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, റിമെയിൻസ് സെയിം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, മുമ്പത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. റിമെയിൻസ് സെയിം എന്നാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇയേഴ്സ് ആണ്. 15 ഇയേഴ്സ് ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഓർ എങ്ങനെ പറയാം? റിമെയിൻസ് സെയിം എന്ന് പറയാം. ഓക്കെ, റിമെയിൻ സെയിം. കാരണം ഒരേ വാല്യൂ തന്നെ, മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷനിൽ ഇങ്ങനെയായിരുന്നു ആൻസർ കൊടുത്തിരുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ പറഞ്ഞേക്കുന്ന എന്താണ്? 8 സ്റ്റുഡൻസിന്റെ ആ ആവറേജ് 15 ആണ്. അപ്പൊ സം എന്ന് പറഞ്ഞാൽ 15 × 8 എന്ന് പറഞ്ഞാൽ 120 എന്ന് കിട്ടും. എന്നാൽ ന്യൂ സം എന്ന് പറഞ്ഞാൽ 2 പേര് ജോയിൻ ചെയ്തു, അവരുടെ വയസ്സുകൾ 20യും 10ഉം ആണ്. അപ്പൊ 20യും 10ഉം കൂടെ കൂട്ടുമ്പോൾ ന്യൂ സം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 150 എന്ന് കിട്ടും. ഓക്കെ, ഇനി പഴയ നമ്പർ എത്രയായിരുന്നു? 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ന്യൂ നമ്പർ എങ്ങനെയായിട്ട് മാറി? 2 പേരും കൂടെ ജോയിൻ ചെയ്തപ്പോൾ 8 + 2 8 + 2 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. ഇനി ന്യൂ ആവറേജ് കണ്ടെത്താൻ ന്യൂ സമ്മായ 150യെ ന്യൂ നമ്പറായ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 150 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0യും 0യും വെട്ടിയെടുക്കുമ്പോഴത്തേക്ക് 15 ഇയേഴ്സ് എന്ന് കിട്ടും. അതായത് പഴയ ആവറേജും 15 ഇയേഴ്സ് ആണ്, പുതിയ ആവറേജും മക്കളെ എന്ത് തന്നെയാണ്? 15 ഇയേഴ്സ് തന്നെയാണ്. ഓക്കെ, പഴയ ആവറേജ് 15 ഇയേഴ്സ് ആണ്, പുതിയ ആവറേജ് 15 ഇയേഴ്സ് ആണ് എന്ന് വച്ചാൽ മനസ്സിലാക്കുക, ആവറേജിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ആയിട്ട് വന്ന എന്തായിരുന്നു? റിമെയിൻ സെയിം. 15 ഇയേഴ്സിനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു, പകരം റിമെയിൻ സെയിം എന്നാണ് ഓപ്ഷൻ വന്നത്. അതായത് ആൻസർ എന്താണ്? 15 ഇയേഴ്സ് എന്നോ പറയാം, അല്ലെങ്കിൽ മാറ്റമില്ലാത്തതുകൊണ്ട് റിമെയിൻ സെയിം ആണെന്നുള്ള കാര്യം പറയാം. ഓക്കെ അല്ലേ? പക്കയല്ലേ മകളെ? ഇന്ന് നമ്മൾ LCM ആൻഡ് HCF, പെർസെന്റേജ്, ആവറേജ്, നമ്മൾ ഇന്നലെ പഠിച്ച അതേ ടോപ്പിക്കിൽ നിന്നുള്ള കുറെ കൂടെ ഡിഫറന്റ് ആയ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഞാൻ ഒന്നിലും ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. IBയുടെ ACIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഇല്ല ചെയ്യാനാണ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് 15 ക്വസ്റ്റ്യൻ ചെയ്തു. ഈ 15 ക്വസ്റ്റ്യനും എല്ലാ പേർക്കും പക്കയല്ലേ?
എല്ലാ പേർക്കും പക്കയല്ലേ? ഇതാ ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ആൻസറും ഞാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻസർ കൊടുത്തു എന്ന് കരുതി ആരും ചെയ്യാതിരിക്കരുത് എന്നും പറയും പോലെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് കരുതി ആരും ചെയ്യാതിരിക്കരുത്. നമ്മൾ ഈ പറഞ്ഞ ഐഡിയയിൽ ഇതേപോലെ ചെയ്തു നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ പേർക്കും പക്കയാവും. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഇന്ന് പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും പക്കയാണോ? ഇന്ന് നമ്മൾ പഠിച്ച LCM ആൻഡ് HCF, ആവറേജ്, പെർസെൻറ്റേജ്, ഇതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം എല്ലാ പേർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുവരെ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 2-3 തവണ എന്ത് ചെയ്യണം? എല്ലാ പേരും നല്ലതുപോലെ ചെയ്തു നോക്കുക. ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ഉറപ്പായിട്ടും ചെയ്യണം. നല്ലതുപോലെ ചെയ്യണം, നല്ലതുപോലെ പഠിക്കണം. നമ്മുടെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ. ഈ സമയത്തുള്ള നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ വരുന്ന എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നല്ലതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടുത്ത സെഷനിൽ, അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്സുമായിട്ട്, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ, ടാറ്റ.